ഇരിഞ്ഞാലക്കുട രൂപതയുടെ ന്യൂനപക്ഷ സംരക്ഷണ ഫോറത്തിൻ്റെ കഴിഞ്ഞ 6 വർഷം ഡയറക്ടറായിരുന്ന നൗജിൻ വിധേയത്തിലച്ചൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഭാരതത്തിൽ ന്യൂനപക്ഷം വളരെയധികം ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2 സിസ്റ്റേഴ്സ് അവർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ജയിലിലാണ്. ഒരു ജാമ്യം പോലും, എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് അറിഞ്ഞിട്ട് കൂടി ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് പറയാൻ? ഇന്ത്യൻ ജനാധിപത്യം മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള അടിയന്തരപരമായ ഒരു ഇടപെടൽ ആവശ്യമുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണക്കുകൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വൻ വർധനമാണ്. ഒഫീഷ്യൽ കണക്ക് പറയുന്നത് 2014 127 ആക്രമണങ്ങളാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെഡറേഷൻ്റെ കണക്ക് പ്രകാരം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 2024 എത്തിയപ്പോഴേക്കും അത് 834 ഈ വർഷം 2025 പകുതിയായപ്പോഴേക്കും ഏകദേശം 378 ആക്രമണങ്ങൾ ഈ ക്രൈസ്തവർക്കെതിരായിട്ട് ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂരിഭാഗവും നോർത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഈ ജനാധിപത്യപരമായ രാജ്യത്ത് അല്ലെങ്കിൽ മതേതരത്വം പുലുകേണ്ട ഈ രാജ്യത്ത് ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ക്രൈസ്തവരായ നമ്മൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരിമാർ, വൈദികർ വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം, ഹാബിറ്റിട്ട് നടക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. മാത്രമല്ല, ഇത്തവണത്തെ ഈ 2 സിസ്റ്റേഴ്സിനെയും തെറ്റായ കേസുകളിൽ മുടക്കി അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ അവരെ കെട്ടിച്ചമച്ചുകൊണ്ട് ബോധപൂർവം നമ്മളെ പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഇരട്ടത്താപ്പതായി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഒരു വശത്തോടു കൂടി നമ്മുടെ അരമന കയറി ഇറങ്ങുന്നു, നമുക്ക് കേക്ക് തരുന്നു, നമ്മുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ അവർ തന്നെ ഈ മതേതരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മറു സൈഡിൽ വർഗീയതയുടെ സ്വരൂപം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അതീവ ജാഗ്രത ആവശ്യമാണ്. ജനാധിപത്യത്തിന് നമ്മൾ സാധാരണക്കാരൻ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വില എന്ന് പറഞ്ഞാൽ നിതാന്ത ജാഗ്രതയാണ്. ഈ ജാഗ്രത എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ അപ്പോഴൊക്കെ ജനാധിപത്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മൈനോറിറ്റി റൈറ്റ്, ന്യൂനപക്ഷ അവകാശം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഭരണഘടനയിലെ മതേതരത്വമാകട്ടെ, സഞ്ചാര സ്വാതന്ത്ര്യമാകട്ടെ, വ്യക്തി സ്വാതന്ത്ര്യം പോലുള്ള മൗലിക അവകാശങ്ങളാകട്ടെ ക്രൈസ്തവന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അവരത് മറന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇപ്പോൾ അവർക്ക് സെഷൻ കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കപ്പെട്ടു, NIA കോടതിയിലേക്കാണ് അവർ പോകുന്നത്. തീർച്ചയായിട്ടും അവിടുന്ന് അവർക്ക് നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള അവരുടെ പോരാട്ടത്തിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ ആൾക്കൂട്ട വിചാരണ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം പോലീസ് സ്റ്റേഷനിൽ പോലും പോലീസുകാർ നോക്കി നിൽക്കുക ഈ ഒരു ബജ്രംഗ് ദൾ പ്രവർത്തകർ, ഒരു സംഘടനയാണെന്ന് ആലോചിക്കണം. അവർ കയറി അവർ വിചാരണ നടത്തുന്നു. അവിടുത്തെ നീതിന്യായം നടത്തേണ്ട ആൾക്കാർ, നീതി നടപ്പിലാക്കേണ്ട പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ചെയ്യുന്നു. ഇന്ന് കോടതി ഈ കേസ് എടുക്കുമ്പോൾ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ശക്തമായ രീതിയിൽ, ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ കോടതിക്ക് മുൻപിലും ഈ ഒരു പ്രതിഷേധം നടത്തുന്നു. ഇത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ നിന്നെല്ലാം കൈവിട്ടു പോയിട്ട് ചില സംഘടനകൾ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള സംഘടനകൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കിയിരിക്കും. അത് ഒരു മതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സന്യാസിനെ ആയിക്കോട്ടെ, ഇവരെ ആയിക്കോട്ടെ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ സിസ്റ്റേഴ്സിന് അവരെ തിരുവസ്ത്രം അണിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കണം. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? നമ്മൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടന്ന ഓരോ സംഭവങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടത്തിൽ കരോൾ സെമിനാരിക്കാരെ ആക്രമിക്കുന്നു. അതല്ലെങ്കിൽ സത്തനയിൽ വെച്ച് ബാബുച്ചനെ അവിടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോയി ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത കാര്യം ചോദിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ 89 ദിവസത്തോളം ജയിലിൽ പിടിച്ചിടുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭരണകക്ഷികളുടെ അറിവോടുകൂടി, അതിൽ നിയമവ്യവസ്ഥയുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മൾ വിധേയരാക്കപ്പെടുന്നുള്ളത്. അതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അത് പോലീസുകാരാകട്ടെ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാകട്ടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. അതാണ് ഈ അടുത്ത കാലത്ത് നടന്ന ഓരോ സംഭവങ്ങളും നമ്മൾ തെളിയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഭരണഘടന നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ സംരക്ഷണം ഓരോ പൗരനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കാണോ, കോടതിക്കാണോ, പോലീസിനാണോ? അപ്പോൾ അത് കൃത്യമായിട്ട് നേടിയെടുക്കുക എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളതും ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സമകാലീനമായ പല സംഭവങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവരതിൽ വേണ്ടത്ര വിജിലൻസ് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾ വളരെ പേടിക്കുന്നത്. കാരണം ക്രൈസ്തവരായ നമ്മൾ ഇവിടെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി സംരക്ഷണം ലഭിക്കേണ്ടത് ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടനയാണ് നമുക്ക് ഏറെ പ്രത്യാശ. ഇപ്പോൾ ഭരണഘടന ആസ് എ ക്രിസ്ത്യൻ മൈനോറിറ്റി നമുക്ക് നൽകുന്ന സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇനി ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഏക പ്രതീക്ഷ എന്നുള്ളത്. ഈ നിർബന്ധിത മതപരിവർത്തന നിയമം അതൊരു
ടൂളായിട്ട് ഉപയോഗിക്കുകയാണോ നമ്മുടെ ക്രൈസ്തവ സന്യാസിനിമാരെയും? കാരണം ഈ നമുക്കറിയാം, ഒരു ഇന്ത്യയുടെ ഭരണം അനുസരിച്ച് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൻ്റെ രീതി ഫോളോ ചെയ്യാനും നമുക്ക് അധികാരമുണ്ട്. ഒരു 18 വയസ്സ് അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആരും ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല. പലപ്പോഴും ഒരുപക്ഷെ അത് മറ്റു മതങ്ങളിൽ നിന്നായാലും ക്രൈസ്തവ മതം ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന പല ആളുകളുണ്ട്. പക്ഷേ അത്തരത്തിൽ പോലും അങ്ങനെയുള്ള കേസുകൾ പോലും നിർബന്ധിത മതപരിവർത്തനമാക്കി അത് ക്രൈസ്തവരുടെ ഒരു അടിച്ചമർത്തണം, അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ കൊടുത്ത് മനുഷ്യക്കടത്തൊക്കെ കൊടുത്ത് ഇതേപോലെ NIA അല്ലെങ്കിൽ അത്രമാത്രം ഒരു തരത്തിലും ജാമ്യമില്ലാത്ത രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് ഇത് കേരളത്തിന് പുറത്ത് കേരളത്തിനകത്ത് ഒരു പക്ഷേ ഇത്തരത്തിലൊരു മീൻസ് സ്ഥിതിവിശേഷം നിലവിലില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഈ തീവ്ര മത സംഘടനകളുടെ ഒരു തുരുപ്പുചീട്ടാണ് ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും അവർ പരിവർത്തനത്തിൻ്റെ കാർഡിറക്കി കളിക്കുകയാണ്. പിന്നെ മറ്റൊരാൾക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടെ ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, ആരോഗ്യ രംഗത്ത് അവർ പുലർത്തുന്ന പ്രത്യേക സേവനങ്ങളെ ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. നേരെ മറിച്ച് അവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത് ഈ മതപരിവർത്തനം എന്നുള്ള ആ പോയിന്റിലേക്ക് ആക്കുകയും അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചെയ്യാനായിട്ടാണ് ഈ സംഘടനകളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഔദ്യോഗിക കണക്ക് പറയുമ്പോൾ 1977 ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.71 ആണ്. 2025 അത് 2.38 എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ ആരെയാണ് നമ്മൾ ഈ പരിവർത്തനം ചെയ്യുന്നത്? എവിടെയാണ് ഇവർ പരിവർത്തനം ചെയ്യുന്നത് പറയുന്നത്? അപ്പം അത് ബോധപൂർവം ചിലരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടൂള് മാത്രമാണ് ഈ മതപരിവർത്തനം. അങ്ങനെ ഒരു മതപരിവർത്തനം ഉത്തരേന്ത്യയിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് സമ്മതത്തോടു കൂടി നടത്തപ്പെടുന്നത് മാത്രമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏതിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ആർട്ടിക്കിൾ 25 നമുക്ക് അനുവാദം തരുന്നുണ്ട്. അതിന് തട വെച്ചുകൊണ്ടാണ് ഓരോ സംസ്ഥാനവും മതപരിവർത്തനത്തിന് അതാത് സംസ്ഥാനങ്ങൾ തടയിട്ടിരിക്കുന്നത്. അത് ഭരണഘടനയ്ക്ക് ഒരു തരത്തിൽ എതിരാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എങ്കിൽ പോലും ആ ആർട്ടിക്കിൾ പ്രകാരമുള്ള അനുവാദമാണ് മതപരിവർത്തനത്തിന് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗപ്പെടുന്നത്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന ആതുര സേവനത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ചെയ്യുന്ന സാമൂഹിക സേവനങ്ങളെ മതപരിവർത്തനമായിട്ട് തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ ഓർത്ത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ കാര്യത്തിൽ. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇനി സഭകൾ, ഇപ്പം നമ്മൾ ക്രൈസ്തവരായാലും നമ്മുടെ ആശങ്കകൾ അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആരുടെ അടുത്തേക്ക് നമ്മളത് എത്തിക്കും? ഇപ്പോൾ ഭരണ സംവിധാനങ്ങൾക്ക് നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അല്ലേ? ഛത്തീസ്ഗഡിലായാലും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ചില സംഘടനകൾക്ക് അവരുടെ സമ്മർദ്ദത്തിന് വഴിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഭരണ സംവിധാനമാണ് കാണുന്നത്. ഇത് ഇന്ത്യ മുഴുവനായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും? ഒരു സാധാരണക്കാരൻ്റെ ഈ കാര്യത്തിൽ ഏക ആശ്രയം ന്യായ വ്യവസ്ഥയാണ്, കോടതിയാണ്. ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ എവിടെ നിഷേധിക്കപ്പെടുന്നു അത് സംരക്ഷണം നൽകേണ്ടവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സമീപിക്കാവുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ്, സുപ്രീം കോടതിയാണ്, ഹൈക്കോടതിയാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ ക്രൈസ്തവൻ്റെ ഏക അഭയസ്ഥാനം എന്ന് പറയുന്നത്. സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും ഇനി നമ്മൾ കോടതിയാണ് സമീപിക്കാൻ പോകുന്നത്. കോടതിയുടെ മുമ്പിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട നിയമം നമുക്ക് അനുവദിച്ചു തരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ക്രൈസ്തവരും ഇത് ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. ഇവിടെ ഏത് മതസ്ഥനും അവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ ഭരണഘടന നമ്മളെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മതേതരത്വം പുലർത്തുന്ന ഈ രാജ്യത്ത് ആസ് എ ക്രിസ്ത്യൻ എനിക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശം ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, അതിന് തടസ്സം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നീതിന്യായ വ്യവസ്ഥ അതിനുള്ള അനുവാദം എനിക്ക് നൽകുകയും അതിനുള്ള സംരക്ഷണം എനിക്ക് തരികയും ചെയ്യണം. അതിനുള്ള പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്.